കോഴിക്കോട് കോർപ്പറേഷനിൽ പതാക ഉയർത്തിയതിനു ശേഷം മേയർ മറ്റ് സഹ കൗൺസിലർമാരെല്ലാവരും ദേശീയഗാനം ആലപിക്കുമ്പോൾ ദേശീയഗാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ വന്ദേ മാതരം ബി.ജെ.പി. കൗൺസിലർമാർ ആലപിക്കാൻ തുടങ്ങി. തികച്ചും പ്രതിഷേധാർഹമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പതാക ഉയർത്താറുണ്ട്. ഇന്നും ആ ചടങ്ങ് അവിടെ നടന്നു. ബഹുമാനപ്പെട്ട മേയറാണ് പതാക ഉയർത്തിയത്. പക്ഷെ നിർഭാഗ്യവശാൽ മുൻകാലങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ ബി.ജെ.പി. കൗൺസിലർമാർ സംഘടിതമായി വന്നുകൊണ്ട് അവിടെ ആ പരിപാടി അലങ്കോലമാക്കുന്ന രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ഖേദകരമാണ്. ഇന്ന് പതാക ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ ദേശീയഗാനം ഉടനെ ആലപിക്കും. ഇത് കഴിഞ്ഞ 79 വർഷമായി നമ്മൾ ആചരിച്ചു വരുന്ന കാര്യമാണ്. ഇത് ഇന്നൊന്നിലും തുടങ്ങിയ ഏർപ്പാടല്ല. അത് ഏത് പൊതുപരിപാടികളിലായാലും പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടിയായാലും വൈസ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടിയായാലും ഈവൻ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായാൽ പോലും അവർ വേദിയിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ ഉടനെ ദേശീയഗാനം ആരംഭിക്കും. പരിപാടി അവസാനിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കും. അതുപോലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ദേശീയഗാനം ആലപിക്കുക എന്നുള്ളത് നമ്മുടെ പ്രോട്ടോക്കോളാണ്. ഇത് കഴിഞ്ഞ 79 വർഷം തുടർച്ചയായി നമ്മൾ ആചരിച്ചു പോരുന്നതാണ്. പക്ഷേ ഇന്ന് അതിനെ വ്യത്യസ്തമായിക്കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ പതാക ഉയർത്തിയതിനു ശേഷം മേയർ മറ്റ് സഹ കൗൺസിലർമാരെല്ലാവരും ദേശീയഗാനം ആലപിക്കുമ്പോൾ ദേശീയഗാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ വന്ദേ മാതരം ബി.ജെ.പി. കൗൺസിലർമാർ ആലപിക്കാൻ തുടങ്ങി. തികച്ചും പ്രതിഷേധാർഹമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയഗാനത്തെ അവഹേളിച്ച അപമാനിച്ച ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം രാജ്യത്ത് ആകമാനം ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ നടത്തുന്ന പ്രവർത്തന കുൽസിത ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു അവസാന അധ്യായമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അപ്പോൾ ഇത്തരം പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തന രാജ്യത്ത് നടക്കുന്നത്. നാം കാസൂക്ഷിക്കുന്ന മതേതരത്വം എന്ന വിശാലമായ കാഴ്ചപ്പാട് ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ പാഴ്സി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി കണ്ടു നാനാജാതി മതസ്ഥരെ ഒറ്റക്കെട്ടായി ഉൾക്കൊള്ളുന്ന ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയായിരിക്കുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. ആ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ UDF കൗൺസിൽ പാർട്ടി ഇന്ന് അവിടെ ദേശീയഗാനത്തെ അപമാനിച്ച ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം മുൻകാലങ്ങളിലൊന്നും ആരും ഇങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും അവിടെ ബി.ജെ.പി. കൗൺസിലർമാരുണ്ടല്ലോ, അവരാരും സംഘടിച്ചു വന്നിട്ടില്ല. ഇക്കാലം അത്രയും നിങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിലെ മാധ്യമപ്രവർത്തകരാണ്. ഇതെല്ലാം സ്ഥിരമായി കവർ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? കാരണം ഞങ്ങളൊക്കെ തന്നെ പ്രാദേശികമായി നമ്മുടെ ഡിവിഷനുകളിലും പ്രാദേശികമായി സ്വാതന്ത്ര്യാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് സാധാരണ കൂടുതൽ കൗൺസിലർമാരും ചെയ്യുന്നത്. കാരണം നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പ്രോട്ടോകോൾ പ്രകാരം മേയർ വന്നുകൊണ്ട് പതാക ഉയർത്തി കുറച്ച് ജീവനക്കാരും ഉണ്ടാവും സാധാരണഗതിയിൽ. പക്ഷെ ഇന്ന് അവിടെ സംഘടിതമായി ബി.ജെ.പിയുടെ ആളുകൾ വന്നുകൊണ്ട് ആ വന്ദേമാതരം ആലപിച്ചത് ഈ ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് ആലപിച്ചതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ശരിയായില്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. UDF കൗൺസിൽ ഞങ്ങളെ പ്രാദേശികമായി ഞങ്ങളുടെ നാടുകളിൽ ഓരോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബൈജു പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനവിടെ എത്തിപ്പെടാൻ സാധിച്ചു. കാരണം ഞാൻ ഒരു 6 പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഇന്ന് കാലത്ത് മുതൽ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കോൺട്രവേഴ്സി ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ ഒരു നല്ലൊരു രീതിയല്ല. കാരണം നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന വലിയൊരു മൂല്യമുണ്ട് മതേതരത്വം എന്ന.
അതിനെ തകർക്കാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഈ BJP ആരോപിക്കുന്നത് യുഡിഎഫ് കൗൺസിലർമാരും ദേശീയ സ്വാതന്ത്ര്യാഘോഷ ചടങ്ങിൽ കോർപ്പറേഷന്റെ ചടങ്ങിൽ പങ്കെടുത്തില്ല, അവർ വിട്ടതൊക്കെയാണ്. ഞങ്ങളെ പദ്ധതി ബൈജു പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം UDF കാരനാണ്. അങ്ങനെ വെച്ചാൽ അദ്ദേഹം പോവോ? 24 അങ്ങനെ ശരിയല്ല. ഏതൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, UDF കൗൺസിലർമാരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല അത്. കാരണം ഞങ്ങൾ പ്രാദേശികമായി ഞങ്ങളെല്ലാ കൗൺസിലേഴ്സിനും അംഗനവാടികളിലുണ്ടാവും, അല്ലേ, റെസിഡന്റ് അസോസിയേഷനുകളുണ്ട്. ഞാനിന്ന് 5-6 പരിപാടിയിൽ ഞാൻ മൊത്തം പങ്കെടുത്ത ഒരാളാണ് ഞാനത്. കാരണം ഇവിടെ എത്തുമ്പോൾ സമയം വൈകുന്നതുകൊണ്ടാണ് 9 മണിക്ക് ഇവിടെ എത്താണ്ട് പോയത്. അല്ലാതെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പങ്കെടുക്കില്ലല്ലോ, അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ. അപ്പോൾ 5 കൊല്ലമായിട്ട് ആ വാർഡിലെ കൗൺസിലറാണ് ഞാൻ. ഒരു പ്രാവശ്യം മാത്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. കാരണം വാർഡിൽ ധാരാളം പരിപാടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിലെ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അല്ലാതെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ലാതെ. പക്ഷെ ഞങ്ങളെ കൗൺസിലർ അതിലുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ബഹിഷ്കരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ അത്രയും ത്യാഗം സഹിച്ച് നേടിയെടുത്തൊരു സംഭവത്തെ ബഹിഷ്കരിക്കുന്നത് അങ്ങനെ ഒരു വിഷയം ഇവിടെ വരുന്നില്ലല്ലോ. തീർച്ചയായും പരാതി കൊടുക്കും. നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിന്ന് പരാതി കൊടുക്കുന്നതാണ്. ഞങ്ങൾ പോലീസ് കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പരാതി കൊടുക്കും. ഇദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. ഇദ്ദേഹം ദേശീയഗാനം ചൊല്ലി കൊടുത്തു തന്നെ ഉണ്ടായിരുന്നത്. കാരണം ദേശീയഗാനം ആലപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അച്ചടക്കവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് വേണം ദേശീയഗാനം നമ്മൾ ആലപിക്കാൻ തന്നെ. നമുക്കറിയുന്ന കാര്യമാണ്, അല്ലേ? അറ്റൻഷൻ പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും ദേശീയഗാനം നമ്മൾ ആലപിക്കാൻ തുടങ്ങുക. എന്തുകൊണ്ടാണ്? ആ അച്ചടക്കത്തെ സൂചിപ്പിക്കുകയാണ്, ബഹുമാനത്തെ നമ്മൾ സൂചിപ്പിക്കുക. ഇതൊന്നുമില്ലാതെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാവരും നേരിൽ കണ്ടതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല.